ഞാൻ പറഞ്ഞത് ആര് വരുന്നോ അവർ സ്വീകരിക്കും. എന്നാൽ ആരുടെയും പുറകെ പോകേണ്ട ആവശ്യം ഇപ്പോൾ UDF-നില്ല. ഇതാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ആർ ശ്രീജിത്ത് അവിടെ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസിന്റെ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് സുൽത്താൻ ബത്തേരിയിൽ പുരോഗമിക്കുകയാണ്. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം. പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കം ഉണ്ടെന്ന വിമർശനങ്ങൾക്ക് ടീം UDF മറുപടി നൽകുമെന്ന് VD സതീശൻ ബത്തേരിയിൽ പറഞ്ഞു. ഇത് വെറും UDF അല്ല, ടീം UDF ആണ്. അപ്പുറത്ത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന LDF ആണ്. നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി. എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേറ്റു. കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ്. വിവാദങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് DCC KPCC സെക്രട്ടറി പുനഃസംഘടന വേണ്ടെന്ന് നേതൃത്വത്തിൽ ധാരണയായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം 1 മാസത്തിനുള്ളിൽ നടത്താനാണ് നീക്കം. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഈ മാസം 12-13 തീയതികളിൽ കേരളത്തിൽ എത്തും. തുടർച്ചയായ മോദി പ്രശംസയിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഡോക്ടർ ശശി തരൂർ MP ഉൾപ്പെടെ ലക്ഷ്യ സമിറ്റിൽ സജീവമായി. പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കണമെന്ന് തന്നെ എൻ്റെ വിശ്വാസമായിരുന്നു. അപ്പം എന്താ ബുദ്ധിമുട്ട്? ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കമൻറ്റ് അടിക്കുന്നത്. അതോടെ വലിയ വിവാദമായ ആൾക്കാർ മനസ്സ് മാറും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ വിവാദങ്ങളുടെ ആവശ്യമുണ്ടാവില്ല. മോദിയെ പ്രേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രേസ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും. അതിനാണ് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറ്. ബത്തേരിയിൽ നിന്ന് ആർ ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, UDF 100 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ ലക്ഷ്യ ലീഡേഴ്സ് സമിതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നേതാക്കളുടെ ആത്മവിശ്വാസം? ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും ഉണ്ടാവുക? കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമാണ് UDF നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്നത്. കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും നേടിയ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ ലക്ഷ്യ 2026 നേതൃസംഗമത്തിന്റെ വാലറ്ററി, അതായത് സമാപന പ്രസംഗം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. 100 സീറ്റേറെ അധികാരത്തിലേറെ നേടുമെന്ന് മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും. ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കെതിരായ ഒരു ബദൽ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത, പ്രായോഗികമല്ലാത്ത ഒരു വാഗ്ദാനവും നൽകേണ്ടതില്ല എന്ന ധാരണയും ഈ കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പിലുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു 2 മാസക്കാലം LDF സർക്കാരിനെതിരായ CPIM-ന്റെ നയങ്ങൾക്കെതിരായ ശക്തമായ സമരമാണ് ഈ കോൺഗ്രസ് ഇവിടെ നേതൃ ക്യാമ്പിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് AG's ഓഫീസിന് മുന്നിലെ രാപ്പകൽ സമരം ജനുവരി 13-14 തീയതികളിലുണ്ട്. അത് തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാപ്പകൽ സമരം. അവിടെ രാപ്പകൽ സമരം KPCC സംഘടിപ്പിക്കുന്നതാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ജനുവരി 20-ന് നിയമസഭയിലേക്ക് KPCCയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 19-ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ച എല്ലാ കോൺഗ്രസിന്റെയും ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ പഞ്ചായത്ത് എന്ന പേരിൽ കൊച്ചിയിൽ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടകനായി പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഫെബ്രുവരിയിൽ VD സതീശൻ നയിക്കുന്ന UDF-ന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥയുണ്ട്. ഇതെല്ലാം ചേർത്ത് വലിയൊരു ജനകീയ മുന്നേറ്റമാക്കി കൊണ്ടുവരികയും അതിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റുകയുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ശരി, ആ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ബത്തേരിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.